ഹലോ, എല്ലാവർക്കും എസ്ട്രേ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ഒരു സാരി കാണിക്കാനായിട്ടാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വീക്ക്ലി വൺസ് ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന്. അത് പ്രകാരം നമ്മളൊരു ഹാൻഡ് എംബ്രോയിഡറി സാരിയാണ് കാണുന്നത്. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ സ്പെഷ്യലായിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഒത്തിരി മുമ്പ് വന്ന ഓർഡറാണ്. നമ്മൾ ഒത്തിരി ടൈം എടുത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു വേറെ വർക്കുകളൊക്കെ ഇടയ്ക്ക് വന്നപ്പം അതൊരു കുഴപ്പമില്ലാതെ നമുക്ക് മാറ്റി വെക്കാനായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്ന പോലത്തെ നല്ലൊരു വർക്കായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പൊ അത് പ്രകാരം നമ്മൾ വളരെ ടൈം എടുത്ത് ചെയ്തെടുത്തിരിക്കുന്ന ഒരു വർക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സാരി കാണാം. അപ്പൊ നമ്മൾ കാണിക്കുന്ന സാരി ഈ ഒരു ലെമൺ യെല്ലോ സാരിയാണ്. ഇതിനകത്ത് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളൊരു വയലറ്റ്, ബ്ലൂ, പിങ്ക് ഒക്കെ വരുന്ന ഒരു മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ബ്രെയ്ഡ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡാലിയ ഫ്ലവർ ഒക്കെ പോലെ തന്നെ ഒരു ഫിനിഷ് വരുന്ന പോലെ ഈ ഫ്ലവർ ഇരിക്കുന്നത് നിറച്ചും പെറ്റൽസ് വരുന്ന പോലത്തെ നല്ല ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയത് വന്നിരിക്കുന്നത്. അതിന്റെ നടുക്ക് നമ്മൾ വൈറ്റ് കളറിലെ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടൊരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടുള്ള സ്റ്റെംസും നമ്മുടെ ലേസി ഡേസി വെച്ചിട്ടുള്ള ലീവ്സും ഒക്കെ, ലീവ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നോർമൽ ലേസി ഡേസി ലീവ്സിൽ ചെയ്യുന്ന പോലെ അല്ലാതെ 3 strands യൂസ് ചെയ്തിട്ട് അടുപ്പിച്ച് 2-3 ഇതുപോലെ കൊടുത്ത് അങ്ങനെ ഒരു പാറ്റേണിലാണ് നമ്മൾ ഇതിന്റെ ലീവ്സ് ഒക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മളൊരു ബഡ്സിന്റെ ഒരു ഫിനിഷ് ഒക്കെ വരുന്ന പോലെ കുറച്ച് ഫ്രഞ്ച് നോട്ട്സും ഒക്കെ ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുന്താണി പോർഷനിലെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഡിസൈനായിട്ട് ഇതിന്റെ മുന്താണി പോർഷനിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നിറച്ചും ഫ്ലവേഴ്സ് വരുന്നത് അത്യാവശ്യം ലെങ്തിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈനായിട്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ മുന്താണി പോർഷനിൽ ഈ ഒരു ഡിസൈൻ, ഒറ്റ ഡിസൈൻ നമ്മൾ നല്ല ലെങ്തിൽ കൊടുത്തിരിക്കുക. ഇത് മുന്താണി പോർഷന്റെ മറ്റേ എൻഡിലേക്ക് വരുമ്പം നമ്മളൊരു ചെറിയ ഫ്ലവർ നമ്മൾ നോർമലി കൊടുക്കാറുള്ളത് പോലെ ഒരു ചെറിയ ഫ്ലവർ പാറ്റേൺ ഇതിന് മുന്താണി പോർഷന്റെ മറ്റേ എൻഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ സാരീസിലും ചെയ്യാറുള്ളത് പോലെ എൻഡ് നമ്മൾ ഇതിനകത്ത് സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ആ ഒരു പാറ്റേണിൽ തന്നെ എല്ലാ സാരീസും ചെയ്യുന്ന ഇപ്പൊ ഹാൻഡ് എംബ്രോയിഡറി സാരീസ് എല്ലാം. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു റണ്ണിങ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പം നമ്മൾ മുന്താണിയുടെ മറ്റേ എൻഡിൽ കൊടുത്ത പോലെ ഒരു ചെറിയ ഫ്ലവർ, അതായത് ഒരു 3 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു ചെറിയ ഫ്ലവറാണ് ഈ ഒരു സാരിയിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ മുന്താണി പോർഷനിലോട്ട് കൊടുത്ത് എത്രയും വലുതല്ലാത്ത എന്നാൽ അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന പോലത്തെ തന്നെ 2 ഡിസൈൻസാണ് നമ്മൾ ഇതിന്റെ ഈ ഒരു മുന്താണി ചെസ്റ്റ് പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ആ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ ഈ ഒരു മൾട്ടി കളർ ത്രെഡ്സ് ഒക്കെ വരുമ്പോഴും നല്ലൊരു ഹൈലൈറ്റ് ഈ ഒരു ഡിസൈൻ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. ആ ഈ ഒരു 2 ഡിസൈൻ ഇത്രയും ലെങ്തിൽ ഫ്രണ്ട് പോർഷന് വരുമ്പം അത്യാവശ്യം ആ ഫ്രണ്ട് പോർഷൻ ഫുൾ കവർ ആവുന്ന പോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആ ഒരു 3D ഇഫക്റ്റ് പോലെ തന്നെ ആ ഒരു ഡാലിയ ഫ്ലവേഴ്സിന്റെ ഫിനിഷിലായി ഈ ഒരു ഓരോ ഫ്ലവേഴ്സും വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു ഡിസൈനിന്റെ മെയിൻ ഹൈലൈറ്റും. നമ്മൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ട് മീൻസ് ഇങ്ങനെ നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടില്ലാത്തൊരു സ്റ്റിച്ചാണ് ഈ ഒരു ബ്രെയ്ഡ് സ്റ്റിച്ച്. അപ്പൊ ആ ഒരു ഡിസൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ യുണീക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണിത്. അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ഒരു ഔട്ട്കം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ നമ്മുടെ ആ ഒരു റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ ഡിസൈൻ വരുന്നത് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ വെർട്ടിക്കലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സെയിം നമ്മൾ ചെസ്റ്റ് പോർഷനിൽ കൊടുത്ത ആ ഒരു ഡിസൈൻ തന്നെ സെയിം ആയിട്ട് തന്നെ ആ വെർട്ടിക്കലി വരുന്നത് പോലെ നമ്മൾ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഇതുപോലത്തെ 3 ഡിസൈൻസും പിന്നെ 2 ചെറിയ ഡിസൈനും മുന്താണി പോർഷനിലെ ഒരു വലിയ ഡിസൈൻസും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സാരിയിൽ ഫുൾ വർക്ക് വരുന്നത്.
അപ്പോൾ ഈ കാണിച്ച സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ സാരീസ് ഒക്കെ ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇത് കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പ്രൈസ് ഇതിനകത്ത് പറയാതെ. നമ്മൾ സെയിലിന് ഇട്ടിരിക്കുന്നതല്ല, നമുക്ക് ഓൾറെഡി ഓർഡർ വന്നിട്ട് നമ്മൾ അത് പ്രകാരം ചെയ്തെടുത്തിരിക്കുന്ന സാരീസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് പ്രൈസ് മെൻഷൻ ചെയ്യാത്തത്. ഒത്തിരി ആൾക്കാർ നമ്മളെ പ്രൈസ് എൻക്വയറി ചെയ്ത് വിളിക്കാറുണ്ട്. നമുക്ക് പ്രൈസോ ഓർഡർ ഡീറ്റെയിൽസോ ഒക്കെ അറിയണമെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ സാരീസ് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ അല്ല. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് എപ്പോഴും ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ സാരീസ് ചെയ്യിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓർഡർ തന്ന് ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം 65 വർക്കിംഗ് ഡേയ്സിനകത്ത് നമ്മളത് ഡിസ്പാച്ച് ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ നമ്മൾക്ക് ഹാൻഡ് പിക്ക് കളക്ഷൻസ് ആണെങ്കിലും മിഷൻ എംബ്രോയിഡറി കളക്ഷൻസ് ആണെങ്കിലും ഉണ്ട്. അതിന് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ഹാൻഡ് പിക്ക് കളക്ഷൻസിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കളക്ഷൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു സാരിയുടെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. മിഷൻ എംബ്രോയിഡറി സാരീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഒക്കെ പറയുവാണെങ്കിൽ നമ്മൾ മാക്സിമം അതുപോലത്തെ പാറ്റേൺസ് ശ്രമിക്കാം. എന്നാലും നമ്മൾ കൂടുതലും നമ്മുടെ കയ്യിൽ കുറേ പാറ്റേൺസ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ പാറ്റേൺസ് പ്രകാരമാണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത്. അതിന്റെ സാരീസിന്റെ ഒക്കെ ഡിസ്പ്ലേ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.